celebrating kitchen magic. അനിലയുടെ ഇന്നത്തെ വിഭവം എന്താണ്? ചിക്കൻ കൊണ്ട് ക്രീം ചിക്കനാണ് ഉദ്ദേശിക്കുന്നത്. പച്ചയിറച്ചി അതെല്ലാം ഒന്നും പൊടിയോ അങ്ങനെയൊന്നുമില്ല, അരച്ച് ചേർക്കാൻ പോകണം അല്ലേ? കൊച്ചുള്ളി ഉണ്ടാവും, അതാണ് മെയിനായിട്ട് അല്ലേ? സവാളയല്ല, സവാള എടുക്കണില്ല. ഇല്ല, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിക്കാണെങ്കിൽ സ്വാദ് കൂടുതലാണ്. അതെ അതെ അതെ. ചെറിയ ഉള്ളി, ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി. മഷ്റൂംസും ചേർക്കുന്നുണ്ടോ? മഷ്റൂംസ് ശകലം, അത് ഇത്രയും എടുത്ത് വെച്ചെന്നുള്ളൂ, ശകലം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, എല്ലാ സാധനങ്ങളും വന്നു. വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ചെയ്യണം. മല്ലിയില, പിന്നെ മല്ലിയില, പുതിനയില ആൻഡ് കറിവേപ്പില അല്ലേ? ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വിഭവമാണ്? ഇല്ല, ഇതിന് ചെയ്തിട്ടില്ല. ഇതിന് വേണ്ടിയിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇതിന് വേണ്ടി ഒരിക്കൽ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ അറ്റ്ലീസ്റ്റ് അല്ലേ? ഇല്ല, ഞാൻ ആക്ച്വലി ഇതല്ലായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതൊരു പരീക്ഷണമാണോ? തീർച്ചയായിട്ടും. അപ്പം എപ്പോഴും നമ്മൾ റെഡ് കളർ എന്താണ് മസാല ചിക്കൻ ഉണ്ടാക്കുന്നില്ലേ. പിന്നെ ഇത് ഞാനിങ്ങനെ ചിലപ്പോൾ ഒക്കെ ഫിഷിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് പക്ഷേ പൊതിനയും മല്ലിയിലയും ഉപയോഗിക്കാറില്ല, അല്ലാതെ പച്ചരിച്ചിട്ട് ഫിഷിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അത് ടേസ്റ്റിയർ ആയിരുന്നു. അപ്പം അതുകൊണ്ട് അത് തന്നെ പച്ചയിൽ ചെയ്യാം. പക്ഷേ ഈ പട്ട, ഗ്രാമ്പു ഇതൊക്കെ ഒരു ആണല്ലേ? ഒരു ഫുൾ കോഴിയിൽ ചെയ്യുന്നുണ്ടോ? അതൊക്കെ ഒരു പോർഷൻ ആണ്? കുറച്ച് ചെയ്യുന്നത്, ഒരു പോർഷൻ ആണല്ലേ? ഒരു 1/2 കിലോ അല്ലേ? ഹാഫ് kg. കൂടുതൽ ലെഗ് പീസ് വലിയ പീസായിരിക്കും, ചെറിയ പീസായിരിക്കും? എനിക്കൊന്ന് ചെറിയ പീസ് ആക്കണം. അതാ ഞാൻ ചോദിച്ചത്. വലിയ കാലൊക്കെ പീസാണ്, ഒന്ന് ചെറുതാക്കണം. അത് കുറച്ച് ഉള്ളിലേക്കൊക്കെ സംഗതി പോകണമെങ്കിൽ അല്ലേ? ചെറിയ പീസ് മസാലാസ് എല്ലാം ഉള്ളിൽ പിടിക്കില്ല. പിന്നെ ഈ സമയത്തിൻ്റെ പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, സമയത്തിനെ കുറിച്ച് നല്ല ധാരണയുണ്ടല്ലോ. അപ്പോൾ സമയം നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വില്ലനാണ്. 1.5 മണിക്കൂർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ മനോരമ ഫാംസിൽ. ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസൊന്നുമല്ല, കുറച്ചിനെ പുരട്ടിയെടുത്ത ആ ടൈപ്പ്. ഇന്നും ചിക്കൻ ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടും ചിക്കൻ വേവി. ഇത് മസാല വഴട്ടുക. മസാല എന്ന് പറയുമ്പോൾ എല്ലാം അറിയാമല്ലോ, ഗ്രാമ്പൂ, പട്ട, പെരുംജീരകം, ഏലക്ക എല്ലാം കൂടി ഇട്ട് എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ ചിക്കൻ വെന്തു, 2-3 വിസിലായി വെന്തു. അപ്പോൾ ഇത് വഴറ്റിട്ട് തന്നെ മിക്സിയിട്ട് പൊടിച്ചിടും. സവാള ഫ്രഷ് ചെയ്യാം. ചിക്കൻ അവിടെ അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ട് വെക്കാം. സവാള ഫ്രഷ് ചെയ്തു. ഇത് നമുക്കിത് കട്ട് ചെയ്യാം വഴറ്റാൻ വേണ്ടിയിട്ട്, ചെറുതായിട്ട് നൈസായിട്ട്. അനില തുടങ്ങിയില്ലേ?
ഇപ്പോഴും അരിയൽ സ്റ്റേജിൽ നിൽക്കുന്ന കഴിഞ്ഞ എല്ലാം കൂടെ ഒരുമിച്ച് ഓർത്തിട്ടാണ്. അരിയാൻ തന്നെ കുറേ സമയം എടുക്കുന്നുണ്ട് അല്ലേ? വെളുത്തുള്ളിയും ഉള്ളിയായിരുന്നു എടുക്കാനാണ് കുറേ സമയം. പക്ഷെ ഇത് അരച്ചെടുക്കാൻ പോകില്ലേ? റെഡിയാക്കി വെച്ചിരിക്കുക. ഫൈൻ ആക്കണ്ടല്ലോ, കുറച്ച് വലിയ വലിയ പീസായാലും കുഴപ്പമില്ല. അപ്പോൾ അഞ്ചു പറഞ്ഞു അഞ്ചിനെ പോലെ കളർഫുള്ളാണ്. ഞാൻ എന്നെ പോലെ പച്ചയായ ഒരു മനുഷ്യ അല്ലേ? അഞ്ച് കളർഫുൾ ആണെങ്കിൽ അല്ല, പച്ചയായ ഒരു എനിക്കിട്ട് വെച്ചല്ലടി. പിന്നെ പറയാനൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. കളർഫുൾ ആണടി വേണ്ടത്. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പച്ച അരച്ചതാണ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള എല്ലാം, നമ്മൾ പൊടികളോ അങ്ങനെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതേ ഇതിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചതച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും ഗ്രീൻ ചിക്കനാണ്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെരുംജീരകമുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളി, ഉപ്പ്, കറിയാമ്പൂ, കറുകപ്പട്ട, ചെറിയ ഉള്ളിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും സവാള യൂസ് ചെയ്യും. പക്ഷേ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് കറിയൊക്കെ വെക്കുമ്പോൾ സവാളയേക്കാളും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ്. പക്ഷേ ഇച്ചിരി മെനക്കെടാണെന്ന് മാത്രം ഉള്ളി പൊളിച്ചെടുക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടതാ. ഉള്ളി ഇവിടെ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഏലക്ക വേണം, പിന്നെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ചിക്കൻ, പിന്നെ പച്ച ഇലകൾ, അതായത് മല്ലിയില, പുതിനയില, കറിവേപ്പില, ഇതെല്ലാം വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു സ്വാദിഷ്ടമായ ചിക്കൻ വിഭവം ഉണ്ടാക്കാം. അപ്പം ഞാൻ റെഡിയായി. നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് വെളുത്തുള്ളി, എന്തായാലും ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് ചതച്ചെടുത്തു. നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കും. ഈ ബാക്കിയുള്ള ഉള്ളിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അരിഞ്ഞെടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റി ചതച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ തക്കാളിയും മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് തക്കാളി വേണ്ടെന്ന് തോന്നുന്നു, കാരണം പുളി വരും. ഇപ്പം ആവശ്യത്തിന് എടുത്തിട്ട് ചതച്ചെടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. പട്ട എടുക്കാം, അത് ആവശ്യത്തിന് എടുക്കാം. പട്ട ഇടുന്നത് എപ്പോഴും ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ മീറ്റ് എന്ത് വെച്ചാലും പട്ട ഇടുന്നത് ടേസ്റ്റിയർ ആയിരിക്കും. പിന്നെ കറിയാമ്പൂ കുറച്ച് മതി, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ചവർപ്പ് വരും. പിന്നെ ഇത് തക്കോലം, ശകലം പെരുംജീരകം, പിന്നെ ഏലക്ക. അപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം ഇതിനകത്ത് ഇട്ടു. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമുക്ക് ഗ്രേവി ഒന്ന് തിക്കനാക്കാൻ വേണ്ടിയിട്ട് ശകലം പൊട്ടറ്റവും കൂടെ ആഡ് ചെയ്യുമ്പോൾ സ്മാഷ് ചെയ്തെടുത്ത ഗ്രേവി കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പം അതിന് പൊട്ടറ്റോ തൊലി കഴിഞ്ഞെടുക്കണം. നമുക്കൊന്ന് അരച്ചെടുക്കാം. വഴറ്റിയെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട് അടുത്തത്. പാൻ ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണയിലേക്ക് ശകലം കറിവേപ്പില ആഡ്.
ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റുന്നതിനിടയിൽ ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉള്ളി ഏകദേശം ഒരു ബ്രൗണിഷ് ഷെയ്ഡായി. ഇപ്പം നമുക്കറിയാം ഉള്ളിയുടെ ആ ഒരു പച്ച ചൊവയൊന്ന് മാറി കിട്ടണം. ഇതുവരെ ഏകദേശമായി. ഉള്ളി ചതച്ചെടുത്തതുകൊണ്ട് പെട്ടെന്ന് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് ശകലം ടൊമാറ്റോ ആഡ് ചെയ്യാം. ചതച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ശകലം ആഡ് ചെയ്താൽ മതി. ഒരുപാട് ആഡ് ചെയ്താൽ എനിക്ക് പുളിയാവുമെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചിലർക്ക് ഒരുപാട് പുളിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ശകലം ടൊമാറ്റോ ആഡ് ചെയ്തു. ടൊമാറ്റോ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ടൊമാറ്റോയിലും കൂടെ പിടിക്കാനായിട്ട് ശകലം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ്, അത് ആഡ് ചെയ്യാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ശകലം പൊട്ടറ്റവും കൂടി ഇതിലേക്ക് ഇതെല്ലാം ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി ശകലം ഒരു നുള്ള് ഡ്രോപ്പ് ഓഫ് വാട്ടറേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഇത്രയുമായി. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്യണം. ഇത് നല്ലോണം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ മസാല ശകലം ആഡ് ചെയ്യാം. അപ്പം നോക്കിയിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ കൂടെ ആഡ് ചെയ്യാം. എന്തായാലും ആവശ്യത്തിന് ഉപ്പും എരിവും എല്ലാമായി. ഇനി നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിയിലയും പുതിനയിലയും, അത് ശകലം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളെ ഇറച്ചിക്കറിക്ക് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് മല്ലിയിലയും പുതിനയിലയും. രണ്ടുമാണ് ഇതാ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നല്ലോണം വാഷ് ചെയ്തിട്ട് ശകലം ഈ കറിയിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എപ്പോഴും ഉണ്ടാവും ഇറച്ചിക്കറിയിൽ. ഇത് ചെറുതായിട്ട് അരിഞ്ഞിടാം. മീറ്റ് എന്തുണ്ടാക്കുകയാണെങ്കിലും ശകലം മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ രുചിയൊന്ന് കൂടുതലല്ലാതെ ഒരിക്കലും അത് നമുക്കൊരു അധികപ്പറ്റായിട്ട് തോന്നാറില്ല. പിന്നെ അധികമായ അമൃതം വിഷമാണ് കേട്ടോ, ഒരുപാട് ആഡ് ചെയ്യരുത്. ആവശ്യത്തിന് ഇത് മല്ലിയിലയും പുതിനയും വേണമെങ്കിൽ ഒന്ന് അരച്ചിട്ടാണെങ്കിലും അങ്ങനെ ആഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിപ്പം അരച്ചെടുത്തതുകൊണ്ട് വലിയ വ്യത്യാസമില്ല. ടേസ്റ്റ് എന്തായാലും സെയിം തന്നെയായിരിക്കും. ഇനി നമുക്ക് ഈ ഇറച്ചി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം ഈ ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടി ഇതിൽ തന്നെ ഇരുന്നാണ് വേവേണ്ടത്. ചിക്കൻ എപ്പോഴും സ്മോൾ പീസസ് ആയിട്ട് ഇടുന്ന തന്നെയാണ് ടേസ്റ്റ്. കാരണം ഉള്ളിലേക്കൊക്കെ നല്ലോണം പിടിക്കാൻ. പിന്നെ ഞാൻ ഈ കാല് മാത്രം മുറിച്ചിട്ടിട്ടില്ല എന്നേ ഉള്ളൂ. അതെല്ലാവർക്കും മീൻസ് ഒന്ന് കടിച്ച് ഒരു കാലൊക്കെ എടുത്ത് കടിച്ച് തിന്നാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് അത് മാത്രം. അപ്പം മീറ്റ് എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴും ശകലം മഞ്ഞൾ ആഡ് ചെയ്യണം. എന്തായാലും ഇപ്പം നമ്മളെല്ലാം ഇവിടെ പച്ച ഉപയോഗിച്ചതുകൊണ്ട് പച്ചമഞ്ഞൾ ആഡ് ചെയ്യുന്നതാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ പച്ചമഞ്ഞൾ ഇല്ലാത്തതുകൊണ്ട് ശകലം മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്യണം. ചിക്കനിന് ഇത്രയും മസാലാസും എല്ലാം ആഡ് ചെയ്തിട്ട് ചിക്കനും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ അതിൽ തന്നെ ഇരുന്നങ്ങ് വേവട്ടെ. മീറ്റ് ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഓൾറെഡി അതിൽ നിന്ന് തന്നെ വരും. അത് വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. എന്തായാലും അതിലിരുന്നിട്ട് ചെറിയ ചൂടിൽ വേവട്ടെ. അങ്ങനെ കുക്കിംഗ് സോണിൽ വ്യത്യസ്തമായ ചിക്കൻ വിഭവങ്ങളൊക്കെ നമ്മുടെ മത്സരാർത്ഥികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റു കുറച്ച് മത്സരാർത്ഥികൾ എൻ്റർടൈൻമെൻറ്റ് സോണിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല പല കാര്യങ്ങളായിട്ട്. അപ്പം പാട്ടും നൃത്തവും കാണണ്ടേ? ആ ഭാഗത്തേക്ക് പോകും. എൻ്റർടൈൻമെൻറ്റ് സോണിലെ വിശേഷങ്ങൾ കണ്ടല്ലോ.
ഇനി ഒരല്പം കുക്കിംഗ് കാര്യം. അപ്പോൾ നമ്മളുടെ കുക്കിംഗ് സോണിനെ നമുക്ക് മറക്കാൻ പാടില്ല. അവിടെ ഇപ്പോൾ എന്തായി എന്നറിയണ്ടേ? ചിക്കൻ്റെ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്, ബാക്കി വിശേഷങ്ങൾ കാണുക. അനിത ബിസി ഇൻ ആക്ഷൻ ആണ് അല്ലേ? അനിതയ്ക്ക് ശരിക്കും ജോലി ചെയ്യുന്ന സമയത്ത് വന്ന് ശല്യപ്പെടുത്തുന്ന ഇഷ്ടമില്ലാത്ത ആളാണ്. ഞാൻ നിർത്തിയോ? കുറച്ച് സമയം കിട്ടും അതിന് മുമ്പ് ചെയ്ത് തീർക്കട്ടെ. ഇതിലിപ്പോൾ ചിക്കൻ പ്രത്യേകിച്ച് വേവിക്കാൻ ഇട്ട് കഴിഞ്ഞു അല്ലേ? ഓഫ് ചെയ്തിരിക്കല്ലേ? അതെ അതെ. ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുക. പിന്നെ എന്താ പ്ലാൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഒരു കറിയാണ്, ഒരു ഗ്രേവി ഉണ്ടാക്കി. ഗ്രേവി എന്ന് പറഞ്ഞാൽ അത്രയും ലൂസല്ല, കുറച്ച് പുരട്ടിയെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ പുരട്ടിയതെന്ന് പേരുണ്ടോ ഈ ആയിട്ട് തന്നെ? ചിക്കൻ പുരട്ടിയെന്ന് മാത്രം പറയാം, വേറെ ഒന്നും എനിക്കറിയില്ല. അനിതൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ? ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, പക്ഷേ എന്തായാലും അവസാനം ചെയ്തു വരുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. എങ്ങനെയൊക്കെ ആണെങ്കിലും അതിൽ മസാല എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗ്രാമ്പൂ, പട്ടാക്കിയൊക്കെ, പെരുംജീരകം, അതെ എല്ലാം. ഇതിന് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പുറകെ വരും അല്ലേ? ടൊമാറ്റോ, അപ്പോൾ ഒരു നാടൻ വിഭവം. ഉള്ളി കട്ട് ചെയ്ത് റെഡിയാക്കി നമുക്ക് ഇഞ്ചി ഇതുപോലെയല്ല, കുറച്ച് ചെറുതായിട്ട് അരിയാണ്. ഉണ്ടാക്കിയതിൽ മിക്കതിലും ഉള്ളിയുണ്ട്, സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഒക്കെയുണ്ട്. ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. അനിത സവാള വഴറ്റൽ പ്രോസസ്സിലാണ്. ഇതെന്തെങ്കിലും അരച്ചാണോ ചേർക്കുന്നതോ അതെല്ലാം വഴറ്റിയാണ്? വഴറ്റി തന്നെയാണ്. ചിക്കൻ ഓൾറെഡി ഇതിനകത്ത് അത് കുക്ക് ചെയ്ത് വെച്ചിരിക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട്. ആ സ്റ്റോക്ക് ഉപയോഗിക്കുമോ? വെന്തിട്ട് കിട്ടിയ വെള്ളം ഇല്ല, ഉണ്ടാവില്ല. അതൊന്നും ഉപയോഗിക്കില്ല. ഭയങ്കര വെറുപ്പ് പോലെയാണ് പറയുന്നത് ആ സ്റ്റോക്കിനോട്. സ്റ്റോക്ക് നല്ല ടേസ്റ്റാണ്. ഒരു സൂപ്പാക്കാൻ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട.
അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് അതല്ല, അത് പിന്നെ ചേർക്കും. ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ പിന്നെ ചേർക്കണം. ഇപ്പോൾ ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങുണ്ട്, തക്കാളിയുണ്ട്, അതുകൂടി ഇതിലൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് കുറച്ച് പരിപാടി എനിക്കുണ്ട്, അതുകൊണ്ട് അതുകൂടി എടുത്ത് വയ്ക്കണം. അങ്ങനെ കുക്കിംഗ് സോണിൽ വ്യത്യസ്തമായ ചിക്കൻ വിഭവങ്ങളൊക്കെ നമ്മുടെ മത്സരാർത്ഥികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ്. അതേസമയം മറ്റു കുറച്ച് മത്സരാർത്ഥികൾ എൻ്റർടൈൻമെൻറ്റ് സോണിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് പല പല കാര്യങ്ങളായിട്ട്. ഇനി ഒരൽപ്പം കുക്കിംഗ് കാര്യം. അപ്പോൾ നമ്മളുടെ കുക്കിംഗ് സോണിനെ നമുക്ക് മറക്കാൻ പാടില്ല. അവിടെ ഇപ്പോൾ എന്തായി എന്നറിയണ്ടേ? ചിക്കൻ്റെ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കാണാം. ചിക്കൻ അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മഷ്റൂം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ മഷ്റൂം എന്തായാലും ഇവിടെ കഴുകി വെച്ചിരിക്കുകയാണ്. ഒന്ന് ചെറിയ പീസസ് ആയിട്ട് അരിയാം. ഒരുപാട് ചെറുതാക്കേണ്ട. മഷ്റൂം എന്തായാലും മഷ്റൂമിൽ ഒരുപാട് വെള്ളമുണ്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ മഷ്റൂം നല്ലോണം ഓക്കെ. ഇനി നമുക്ക് ഈ മഷ്റൂം ഒന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം ഇച്ചിരി ഉപ്പോ വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ട്. മഷ്റൂം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചിക്കനിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ട് ഇതാ അതിൽ നിറച്ചും വെള്ളം വന്നു. നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 3/4 ഭാഗവും വെള്ളം തന്നെയാണ്. എല്ലാം കൂടി ചുക്കി ചുരിഞ്ഞ് വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഒന്നുമില്ല. ചിക്കൻ എന്തായാലും അവിടെ ഇരുന്ന് നല്ലോണം വേവട്ടെ. അയ്യോ, ഇതാ മഷ്റൂം നോക്കൂ. മഷ്റൂമിൻ്റെ അകത്തുനിന്ന് കണ്ടോ നിറയെ അത് ചൂടായപ്പോഴത്തേക്കും ഫുൾ വാട്ടർ കണ്ടൻസ് ആണ്. അപ്പോൾ വെള്ളം നിറയെ വന്നിട്ടുണ്ട് മഷ്റൂം ഒന്ന് ശരിക്കും അതിനകത്ത് ഉപ്പൊന്ന് പിടിച്ച് കിട്ടാനായിട്ട്. ശകലം ബട്ടർ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്തായാലും ചിക്കൻ വെന്തു. ഇനി ഇതൊന്ന് വറ്റി വരണം നല്ലോണം. മഷ്റൂംസിനെയും വെള്ളമൊക്കെ വറ്റി. ഇതിലേക്ക് ശകലം മസാല ആഡ് ചെയ്യാം. പൊട്ടറ്റോ കൂടെ ശകലം ആഡ് ചെയ്യാം. ശകലം മുളകും കൂടെ അതിൻ്റെ ശകലം. നമുക്ക് ശകലം പെപ്പറും കൂടെ ആഡ് ചെയ്യാം. പെപ്പർ പൊടിച്ചതുണ്ട്, അത് ശകലം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗ്രീൻ ചിക്കൻ്റെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞോ? ഏതാണ്ട് ഗ്രീൻ ആയോ? കുറച്ച് മഞ്ഞയാണല്ലോ. ഞാൻ ഉദ്ദേശിച്ച എല്ലാം പച്ചയ്ക്ക് നമ്മുടെ റോ അത്രേ ഉദ്ദേശിച്ചുള്ളൂ, അല്ല കളറല്ല. കളറല്ല ഉദ്ദേശിച്ചത്. റോ ആയിട്ട് കിട്ടുന്ന നാച്ചുറൽ സാധനങ്ങളൊന്നും. പക്ഷെ നല്ല മണമുണ്ട് കേട്ടോ, നല്ല ഫ്ലേവർ. മണം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്.
ഇവിടെ മഷ്റൂമിനെയൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? ഇനി അത് ലാസ്റ്റ് സ്റ്റേജിലാണ്. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനും. മഷ്റൂമിന് ആവശ്യം ഉണ്ടായിരുന്നോ ആക്ച്വലി? ഇല്ല, അതാണ് മെയിൻ ആയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനുള്ളത്. ചേഞ്ച് അല്ലേ? ഇരുന്നോട്ടെ ഒരു മഷ്റൂം കൂടി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാസ്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ചിക്കൻ പച്ച അരച്ച് വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് തൃപ്തിയായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ലക്ഷ്മി ചേച്ചിയും കൃഷ്ണയും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് പറയണം. എന്തായാലും ഐ എം സാറ്റിസ്ഫൈഡ്. ഇനി ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി സെർവ് ചെയ്യാനുള്ളത് ഡെക്കറേഷനും അതൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞു ബൗൾ കുറച്ചൊരു ഗ്രേവി ആയിട്ടാണ് ഇപ്പം പ്രിപ്പയർഡ് ആയിട്ടുള്ളത്. ഈ ഗ്രേവി ശകലമുള്ളതുകൊണ്ട് ഒരു ബൗളിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇതിലൊക്കെ കയറി തുടങ്ങി പോകാൻ ബിരിയാണി വരെ ഉണ്ടാക്കിയിട്ട് ഇത്രയും ടയർഡല്ല നോക്ക്. ആണോ? ഒരു വിഷമമുണ്ട്. ഇതാരാണ് തൊഴണത്? ശ്രീകുമാരേട്ടനാണോ? ഒരറ്റത്ത് ശ്രീകുമാരേട്ടനും ഈ അറ്റത്ത് ഞാനും. നടക്ക് പിള്ളേരും. ഞങ്ങളങ്ങനെ ഇത് ചിക്കൻ പച്ച അരച്ചത്, അതായത് എല്ലാം പച്ചക്കുള്ള ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചിക്കനും പച്ചയ്ക്കാണോ? പച്ച ചിക്കനാണ് ഉപയോഗിച്ചത്, ഫ്രിഡ്ജിൽ വെച്ചതല്ല എന്നർത്ഥം. അങ്ങനെ എന്നുവെച്ചാൽ പച്ചമുളകും എല്ലാം പച്ചയായിട്ട്. തേങ്ങ അരച്ചിനാ? തേങ്ങ അരച്ചിട്ടില്ല. തേങ്ങ അരച്ചിട്ടില്ലേനു. തേങ്ങ അരച്ചിട്ടില്ലേനു. ഞാൻ പച്ചക്ക് പച്ചമുളക്. നോട്ട് ദ പോയിന്റ്. തേങ്ങ അരച്ചിന. എന്ത് നാവളെ വേറെ ആര് കളിയാക്കിയാലും നിങ്ങൾ ഇന്നെ കളിയാക്കാവുക? കളിയാക്കല്ലടി. എന്തേത്ത് വർത്താനാ നീ പറയുന്നത്? എന്തരിത് മൂന്നൊരു കോഴിക്കോടുകാരാണ്, ഞാൻ തിരുവനന്തപുരംകാരാണ്. ചോദിക്കാം എന്തരിത് ഇത് കൊള്ളാല്ലേ? സൂപ്പർ ഡെക്കറേഷൻ അടി. നീക്ക് വരണേ തോണിയില്? കുടുംബക്കാര് ഫിക്സ് ആയി. വേണമെങ്കിൽ നമുക്ക് കുടുംബാക്കിയാലോ? എനിക്ക് ഈ ചിക്കൻ കണ്ടിട്ട് മട്ടൻ പോലെ തോന്നാൻ. അയ്യേ, തകരാറായിരിക്കും. കൂടുതൽ ഇനി എന്തെങ്കിലും എനിക്ക് പറയാൻ അതെന്താ മെയ്ഡ് ഫോർ ഞാൻ പറഞ്ഞു. ഓ ഹിന്റെ ഈശ്വരാ, കുറച്ച് ടേസ്റ്റ് എനിക്ക് സ്പെഷ്യൽ ആയിട്ട്. ഇത് ചേച്ചി ഈ ചിക്കനിൽ ചേർത്തതാണോ? ഇത് ഈ മഷ്റൂം ചേർത്തതാണോ? എന്റെ ഈശ്വരാ, ഇത് കണ്ടില്ലേ എന്റെ ഭഗവാനെ? ഒരു മാനേഴ്സും ഇല്ലാത്ത കുട്ടിയോള്. ഞാൻ പീസാക്കി തരാന്ന് വെച്ചപ്പോ കഴിച്ചേ പറ്റുവാണോ? ഉണ്ടാക്കിയ സാധനം ഞാൻ കഴിച്ചു. കൊള്ളാല്ലേ? ഇത് കൊള്ളാം കേട്ടോ, നല്ല സാധനം. ചിക്കനും മഷ്റൂമും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ ഇത് ഒറ്റയ്ക്ക് കഴിക്കുന്ന കൊള്ളൂലേ? അങ്ങനെയല്ല പറഞ്ഞത്. അല്ല, ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ ബ്രെഡോ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ. ചപ്പാത്തി ബ്രെഡൊക്കെ തപ്പിട്ട് കിട്ടിയില്ല എനിക്ക്. എന്തായാലും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? സൂപ്പർ സൂപ്പർ. ചേച്ചിക്ക് ഇഷ്ടപ്പെടുമല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? കൊള്ളാം. ഇനി എന്തിനാ അങ്ങനെ കഴിക്കുന്നത്? ഇനി കഴിച്ചു മതി, എനിക്ക് വയ്യ. ഇനി അടുത്ത പോയി കഴിക്കണ്ടേ? പോന്നു. ആക്രാന്തമുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈശ്വര? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാത്തവർ ഇത് കണ്ടു കഴിഞ്ഞാൽ ആക്രാന്തം അല്ലാതെ പിന്നെ എന്തടി ഉണ്ടാവേണ്ടത്? ഇതിന്റെ കൂടെ ചിക്കൻ മാത്രം കഴിച്ചാൽ എന്നാൽ ഞാൻ ബാക്കി ഞാൻ വീട്ടിലൊരു സ്ഥിരപ്പണിയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് ചട്ടിയോടെ കഴിക്കാം. മീൻകറി ഉണ്ടാക്കിയിട്ടാട്ടോ കഴിക്കൽ കൂടുതലായിട്ട്. ഇതിപ്പോൾ എന്തായാലും ഇല്ലേ 5 കഴിക്കൂല അങ്ങനെ. മീൻകറി ഉണ്ടാക്കിയിട്ട് അതിൽ ചോറിട്ട് വരട്ടി ഇതായിട്ട് കട്ട് ചെയ്യണം. ഇതിലൂടെ ഇടാൻ പോകും. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം.
റെഡിയാക്കാം. ചിക്കൻ എന്താ റെഡി ആയി കഴിഞ്ഞ് ഇതിനകത്ത് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുക. ഇനി ഇതിനെടുത്ത് വേറൊരു ബൗളിലാക്കണം. ചൂടുണ്ട്, നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ടിടാം. ബുക്കിൽ നോക്കി പഠിച്ചതാണ്, നോക്കി പഠിച്ചതാണ്. അതിന് രാവിലെ നോക്കിയെടുത്തതാണ്. പക്ഷേ ഈ ഉരുളക്കിഴങ്ങും തക്കാളിയും അതൊന്നും അതില്ല, എഴുതിയിട്ടില്ല. ഞാൻ അങ്ങ് ആടിയത. ഇത് ചിക്കനൊന്നും ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റഫ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റാപ്പ് ചെയ്യണ ഒരു സാധനം വേറെ ആയിരുന്നു. ആ റാപ്പ് ചെയ്യണമെന്ന് ഞാൻ മാറ്റിയിട്ട് എന്നിട്ട് അതിലുള്ള മറ്റുള്ള ഐറ്റംസ് മാത്രം ഞാനിങ്ങെടുത്തു. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കണത്. ഫ്രഷ് മാത്രം എടുത്താൽ മതി. എന്ത് ചെയ്യാൻ പറയുമോ, നമുക്കിതിൽ കുറച്ച് എടുത്തിട്ട് മിക്സിയിലിട്ടടിക്കണം. ഗ്രേവി ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ അടിച്ചില്ലേ മല്ലിയും മുളകും പിന്നെ കറി മസാല എല്ലാം കൂടി, അതാണ്. തണുത്തിട്ടാണ് അടിക്കേണ്ടത്, അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് ചിറ്റിയാവും. അത് നോക്കിക്കാൻ സമയമില്ല. ഇപ്പോഴേ എനിക്കൊരു വുഡൻസ് കിട്ടിയത്. നമുക്കേ വെള്ളം തിളപ്പിച്ചൊഴിക്കണ്ട. ഇതൊരു ഇതുണ്ടല്ലോ ഇറച്ചിയുടെ സൂപ്പ്, അത് കുറച്ച് ഒഴിച്ച് അടിക്കാം. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഗാർലിക്ക്, ഗ്രീൻ ചില്ലി, ജിഞ്ചർ അതൊക്കെ ഇടാം. പുതിനയിലയുണ്ട്, മല്ലിയിലയുണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതിലൂടെ ആഡ് ചെയ്യാം. ഡിഷ് തിരഞ്ഞെടുത്താലും ഇത് വഴറ്റി ഇതേ ഞാൻ തിരഞ്ഞെടുക്കും. എപ്പോഴും ഇങ്ങനെയാണ്. എൻ്റെ ആൻറ്റിയെ എനിക്കിങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ആൻറ്റി പറയും എന്തുണ്ടാക്കിയാലും നന്നായിട്ട് വഴറ്റിയിടണം മോളെ, എന്നാൽ അതിനുള്ള ടേസ്റ്റ് വരും എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടിട്ട് വഴറ്റുന്നത്. അങ്ങനെയൊരു ടേസ്റ്റ് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കണമെന്നും ടേസ്റ്റ് ഇല്ല. ഇവിടെ ഉണ്ടാക്കും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് എരിവ് കൂടിപ്പോയി. അതുകൊണ്ട് ഇത് പേടിയാണ്. പച്ചമുളക് അധികം ഇട്ടുപോയി ഞാൻ, അതാ എരിവ് കൂടി. എന്നിട്ട് ഉള്ളിയും ഉരുളക്കിഴങ്ങും പിന്നെന്താ ടൊമാറ്റോയും അടിച്ചിട്ട് അത് ഇതിലൂടെ ആഡ് ചെയ്യാം. പിന്നെ വഴറ്റിയാൽ മതി. എനിക്ക് കൈയൊക്കെ വേദന എടുക്കും, അത്രയും മതി. ഇനി ഇതും കൂടി ഇട്ടിട്ട് കുറച്ചുകൂടി വഴറ്റണം. വഴറ്റല എന്ന് മൊത്തം വഴറ്റി ഇരിക്കാനേ തോന്നും, പിക്കോളും തോന്നും.
മസാല ഇടാം. നോക്കിയിട്ട് പിന്നെ ഇടാം. കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടില്ലായിരുന്നു, ഇറച്ചിയിൽ മാത്രമേ ഉപ്പിട്ടിരുന്നു. ആ ഉള്ളിലിട്ട് ഇത് കുറച്ചുകൂടി വേണം. ഇതുകൊണ്ട് ഉപ്പുണ്ട് ആവശ്യത്തിന്. നമുക്ക് ഇത് കുറച്ച് സൂപ്പ് ഒഴിക്കാം. ശകലം ഇതിലൊരു കുരുമുളക് ആഡ് ചെയ്യേ. ശകലം ഒരു ടേസ്റ്റിന് വേണ്ടി. ചിക്കൻ കുറുകിൻ്റെ വിഭവം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ആ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം.